So guys, this is your cinema maniac. So സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയകാരിയായ പ്രണയകഥ. വാട്ട് എ നെയിം. ഈ അടുത്തൊന്നും മലയാള സിനിമയിൽ ഇത്ര നീളമുള്ളൊരു പേര് ഞാൻ കേട്ടിട്ടില്ല. ആൻഡ് ഈ സിനിമയ്ക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറാൻ പോകുന്നത് ഒരുപക്ഷെ ഈ പേര് തന്നെയായിരിക്കും. കാരണം ആൾക്കാർക്ക് പറയാൻ കിട്ടണ്ടേ. എനിവേസ്, കമ്മിങ് ടു ദ മൂവി, ഡയറക്റ്റഡ് ബൈ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ, ദ മാൻ ഹൂ മേഡ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, നാത്താൻ കേസുകൂട്, മദനോത്സവം. ഓക്കെ, എൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, വാട്ട് എ വർക്ക് പൊതുവാൾജി, വാട്ട് എ വർക്ക്. അതായത് നമുക്ക് ചില എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും ഒരു സിനിമയ്ക്ക്. ഞാൻ എനിക്കറിയാവുന്നവരുടെ അടുത്തൊക്കെ പറഞ്ഞൊരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്, ഈ സിനിമയ്ക്കുള്ളിലെ സിനിമ അല്ലെങ്കിൽ കഥയ്ക്കുള്ളിലെ കഥ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു എക്സ്പെക്റ്റേഷൻ ഈ സിനിമയ്ക്ക്. കാരണം സുരേഷും സുമലതയും നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ തന്നെ ഒന്നാത്താം കേസ് കൂടെ എന്നുള്ള സിനിമയിലെ രണ്ട് ക്യാരക്ടേഴ്സാണ്, അത്രയും ഐക്കോണിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ആ ക്യാരക്ടേഴ്സിൻ്റെ ഒന്നാത്താം കേസ് കൂടിലെ ഒരു ചെറിയ പ്രണയത്തെ ഒരു ഫുൾ ലെങ്ത് സിനിമാറ്റിക് പ്രസൻറ്റേഷനായി നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുക, അതായിരുന്നു എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. പക്ഷേ ദിസ് ഈസ് നോട്ട് ദ യൂഷ്വൽ പുതുവാൾ സ്റ്റഫ്. സാധാരണ കാണാറുള്ള രതീഷ് ബാലകൃഷ്ണൻ പുതുവാൾ സംഭവമല്ല ഇത്. അതായത് അദ്ദേഹം അജാതി എക്സ്പീരിമെൻറ്റേഷനാണ് ആ മനുഷ്യൻ ഈ കഥയിൽ ചെയ്തേക്കണേ. ആ ഒരു ത്രെഡിന് എടുത്തിട്ട് അതിന് എത്രത്തോളം എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ആ മനുഷ്യൻ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടംപററി പൊളിറ്റിക്കൽ സംഭവങ്ങളും ഒക്കെ ചേർത്തുകൊണ്ട്. ഇപ്പം എന്താ പറയുക, കണ്ടംപററി പൊളിറ്റിക്കൽ സംഭവങ്ങൾ ഇതിനു മുമ്പും രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നാത്താൻ കേസുകൂടിലായാലും ഒക്കെ നമ്മളത് കണ്ടിട്ടുണ്ട്, മദനോത്സവത്തിലൊക്കെ. പക്ഷേ ഇത് അതുക്കും മേലെയുള്ള ഒരു എക്സ്പീരിമെൻറ്റേഷൻ, അത് തിയേറ്ററിൽ തന്നെ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. ഇറ്റ്സ് ഡിഫറെൻ്റ്. അത് വേറെ സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞോണം പാട്ടുകൾ ഇതിൽ എന്താ പറയുക കുറേ വരുന്നുണ്ട്. ഇതിൽ മ്യൂസിക് ചെയ്തേക്കുന്നത് ഡോൺ വിൻസെൻ്റ് ആണ്, പറയാണ്ടിരിക്കാൻ വയ്യ. പഴയ പാട്ടുകളും ഇതിൽ ഉപയോഗിച്ചേക്കുന്ന രീതി അതിന് ബ്ലെൻഡ് ചെയ്ത് പോവുകയാണ്. നമുക്കൊരിക്കലും സംഭവം പഴയ പാട്ടുകളാണ്, പക്ഷെ അത് ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ പുതിയ പാട്ടുകൾ ഇതിൽ ചെയ്തേക്കുന്നതായാലും രസമാണ് ഇതിലെ പാട്ടുകൾ കേൾക്കാൻ. ആ ഒരു ഓളെന്ന് പറയുന്നതുണ്ട്, പൊളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഫ്രെയിംസിനായാലും ഭയങ്കര ഒരു റിച്ച്നെസ് എന്ന് നമ്മൾ പറയില്ലേ, ഒരു ഫ്രഷ്നെസ്. അതായത് സ്റ്റോറി ടെല്ലിങ്ങിലുള്ള ഫ്രഷ്നെസ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റിലും ഒക്കെ ഉള്ള ആ ഫ്രഷ്നെസ് ഇതിലെ ഫ്രെയിംസിലും ഉണ്ട്. സിനിമാറ്റോഗ്രാഫി ഹാൻഡിൽ ചെയ്തേക്കുന്നത് സബീൻ ഉറലിക്കണ്ടി അദ്ദേഹമാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ഹാൻഡിൽ ചെയ്തേക്കുന്നത്. വാട്ട് എ വർക്ക്, പൊളിച്ചിട്ടുണ്ട്. അതായത് ഓരോ ഫ്രെയിംസിലും നമുക്ക് ഇത് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ഫ്രഷ്നെസ് എന്ന് പറയുന്നത് പൊളിയാണ്. അങ്ങനെ പിന്നെ അതോണം തന്നെ എന്താ പറയുക, ഇതിൽ അറിയാലോ ആ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്തേക്കുന്നത് രാജേഷ് മാധവൻ, അതോണം തന്നെ ചിത്ര നായർ, അവരാണ്. അതായത് സുരേഷ് എന്നുള്ള ക്യാരക്ടർ രാജേഷ് മാധവനും സുമലത എന്നുള്ള ക്യാരക്ടർ ചിത്ര നായരും. അവർ നാത്താൻ കേസ് കൂടിൽ അവർ അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ വരുമ്പം ഒരു ഫുൾ ലെങ്ത് വേർഷൻ, സിനിമാറ്റിക് വേർഷനാണ് അവർ പ്ലേ ചെയ്യുന്നത് അവരുടെ പ്രണയത്തിൻ്റെ. അത് പൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല. അതുകൊണ്ട് കുറേ ആക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്, ഒരു ബഞ്ച് ഓഫ് ആക്ടേഴ്സാണ്. പക്ഷേ ഒരിക്കലും ഒരു ആക്ടർ പോലും അൺവാണ്ടഡ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. അതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ സിനിമകളൊക്കെ അങ്ങനെയാണ്. ഒക്കെ ഹാൻഡ് പിക്ഡ് ആണ് ആക്ടേഴ്സ്. പണി അറിയാവുന്നവരെ പുള്ളിക്കാരൻ പണിക്ക് എടുക്കുകയുള്ളൂ. രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ അങ്ങനെ ഒരു ഇതാണ്. അതായത് ഹാൻഡ് പിക്ഡ് ആണ് ആക്ടേഴ്സ്. പക്ഷേ ഒരിക്കലും നമുക്ക് അത് ഫീൽ ചെയ്യില്ല. കുറേ ഉണ്ട്, അവരുടെ ഒന്നും പേര് കിട്ടാത്തതുകൊണ്ടാണ്. എന്തായാലും എല്ലാവരും പൊളിച്ചിട്ടുണ്ട്. പിന്നെ സുധീഷ് ഉണ്ട്, അദ്ദേഹം നല്ലൊരു റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുഞ്ചാക്കോ ബോബൻ, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഇതിൽ വീണ്ടും എന്താ പറയുക റെപ്രൈസ് ചെയ്യുന്നുണ്ട്. കൊഴുമൽ രാജീവൻ, അത് വെറുതെ വരണതല്ല, സ്പിൻ ഓഫാണ് നാത്താൻ കേസ് കൂടിൻ്റെ. പക്ഷേ വെറുതെ സ്പിൻ ഓഫാണ്, എന്നാ കുഞ്ചാക്കോ ബോബൻ്റെ ക്യാരക്ടർ തിരിച്ച് വന്നോട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു വരവല്ല. അത് കുഞ്ചാക്കോ ബോബൻ്റെ ക്യാരക്ടറിന് ഇതിൽ വീണ്ടും ഉപയോഗിച്ചേക്കുന്നത് രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ ആസ് എ ഡയറക്ടർ ആൻഡ് റൈറ്റർ.
ഭയങ്കരമാണ്, ഭയങ്കര മീനിങ് ആണ് അതിനുള്ളത്. അത് ഒരു തവണ കണ്ടാലൊന്നും നമുക്കൊന്നും ഒരു പിടുത്തം കിട്ടില്ല ഈ സിനിമ. അതാണ് ഞാൻ പറഞ്ഞത്, ദിസ് ഈസ് നോട്ട് ദ യൂഷ്വൽ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ സ്റ്റഫ് എന്ന്. ഒരു 2 തവണയൊക്കെ കാണേണ്ടി വരും. പ്രത്യേകിച്ച് ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞാൽ പൊളിയാണ്, കിളി പാറുവാണ്. അമ്മാതിരി അജാതി എക്സ്പീരിമെൻറ്റേഷനാണ് ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോൾ. പ്രത്യേകിച്ച് ഈ എന്താ പറയുക, കുഞ്ചാക്കോ ബോബൻ്റെ ക്യാരക്ടറിനെയൊക്കെ വെച്ചിട്ട് അങ്ങനെ നന്നായിട്ടുണ്ട്. സോ ഓൾ ഇൻ ഓൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, എന്താ പറയുക, രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളിൻ്റെ കിളികളെല്ലാം പറത്തി ഒരു പൊളി സിനിമാറ്റിക് എക്സ്പീരിയൻസ്. എന്തായാലും തിയേറ്ററിൽ ഇതിനധികം ഒരു ഓഡിയൻസ് കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം ഇതിനധികം അവർ എന്താ പറയുക, പ്രൊമോഷനൊന്നും ചെയ്യുന്നില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ ഈ പേരും ഒരു പ്രശ്നമായിരിക്കും. അങ്ങനെ എനിവേസ് OTTയിൽ ഇറങ്ങുമ്പോൾ ഇത് ചർച്ചയാവും, അത് ഉറപ്പാണ്. എഴുതി വെച്ചോ, നിങ്ങൾ എൻ്റെ വാക്ക് എഴുതി വെച്ചോ. OTTയിൽ ഈ പടം ഇറങ്ങുമ്പോൾ ഇതൊരു ഡിസ്കഷൻ ആവും, ഒരു ചർച്ചയാവും, അത് ഉറപ്പാണത്. അപ്പം അതിനു മുമ്പ് മാക്സിമം എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. ഇത് എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പ് തരാൻ സാധിക്കും, ഒരു ഡിഫറെൻറ്റ് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് ഒക്കെ തുടങ്ങുമ്പം, സെക്കൻഡ് ഹാഫ് എന്നൊക്കെ പറയുന്നത്, ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, അതാണ്. അപ്പം എല്ലാവരും എന്താ പറയുക, നിങ്ങളുടെ അടുത്തുള്ള തിയേറ്റേഴ്സിൽ പോയി കണ്ടു നോക്കുക.